ഒടുവിലിതാ പഞ്ചാബ് കിങ്സിന്റെ അപരാജിത കുതിപ്പിനും ഇവിടെ വിരാമമായിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, ലക്നൌ സൂപ്പർ ജയന്റ്സ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരെയെല്ലാം കശക്കിയെറിഞ്ഞ വിജയക്കുതിപ്പിന് തടയിടാനായത് രാജസ്ഥാൻ റോയൽസിനായിരുന്നു. പഞ്ചാബിന്റെ സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ വിജയ സാധ്യതകൾ പല സമയത്തും മാറിമറിഞ്ഞു. ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു RR ക്യാപ്റ്റൻ റിയാൻ പരാഗ്. എക്സ്പ്ലോസീവ് ഓപ്പണർമാർ നൽകിയ കിടിലൻ തുടക്കത്തിൽ വൻ ടോട്ടലിലേക്കാണ് ആതിഥേയർ തുടക്കമിട്ടത്. 11 പന്തിൽ 5 സിക്സറും 1 ഫോറും അടക്കം 29 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യയാണ് ആദ്യം മടങ്ങിയത്. ശേഷം 14 പന്തിൽ 30 റൺസ് നേടിയ കൂപ്പർ കനോലി 44 പന്തിൽ 1 സിക്സറും 6 ഫോറുകളും അടക്കം 59 റൺസ് നേടി മറ്റൊരു അർദ്ധ സെഞ്ചുറിയുമായി പ്രഭ്സിമ്രാൻ മടങ്ങുമ്പോൾ സ്കോർ 14 ഓവറിൽ 144. 27 പന്തിൽ 30 റൺസ് നേടിയ ശ്രേയസ് അയ്യർ പതിവിന് വിപരീതമായി സ്ട്രഗിൾ ചെയ്ത് വിക്കറ്റ് നൽകി മടങ്ങി. ഒടുവിൽ അവസാന ഓവറുകളിലെ സ്റ്റോയിൻസിന്റെ തകർപ്പൻ അടികളാണ് 200-ൽ ഒതുങ്ങുമായിരുന്ന പഞ്ചാബ് സ്കോറിനെ 222-ലെത്തിച്ചത്. 22 പന്തിൽ 6 സിക്സറും 4 ഫോറും പറത്തി പുറത്താകാതെ 62 റൺസാണ് ഓസീസ് താരം നേടിയത്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന്റെ ഇന്റന്റ് കൃത്യമായിരുന്നു. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും വെടിക്കെട്ട് തുടക്കം നൽകിയപ്പോൾ ആദ്യ 3 ഓവറിൽ തന്നെ 50 കടന്നു. 16 പന്തിൽ 5 സിക്സറും 3 ഫോറുകളും അടക്കം 43 റൺസ് നേടി വൈഭവ് ആദ്യം മടങ്ങി. 50ക്ക് തൊട്ടു മുൻപ് മടങ്ങിയെങ്കിലും സീസണിലെ ഓറഞ്ച് ക്യാപ്പ് താരം കൈക്കലാക്കി. 9 മത്സരങ്ങളിൽ നിന്ന് 44.44 ശരാശരിയിലും 238.09 സ്ട്രൈക്ക് റേറ്റിലും 400 റൺസാണ് താരം ഇതുവരെ നേടിയത്. 37 സിക്സറുകളും 34 ഫോറുകളും നേടി. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടി. 167 പന്തിൽ 400 കടന്ന് ഏറ്റവും വേഗതയിൽ ഈ നേട്ടത്തിലെത്തുന്ന താരമായി. വൈഭവ് മടങ്ങിയെങ്കിലും വെടിക്കെട്ട് തുടർന്ന ജയ്സ്വാൾ പിന്നീട് വന്ന ധ്രുവ് ജുറേലിനും ശേഷമാണ് മടങ്ങുന്നത്. ജുറേൽ നേടിയത് 16 റൺസ്. 27 പന്തിൽ 7 ഫോറുകളും 1 സിക്സറും അടക്കം 51 റൺസ് നേടിയായിരുന്നു ജയ്സ്വാളിന്റെ മടക്കം. ശേഷം 29 റൺസ് എടുത്ത റിയാൻ പരാഗും മടങ്ങിയതോടെ കളി തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലായി വീണ്ടും പഞ്ചാബ്. എന്നാൽ പിന്നീടെത്തിയ ഡനവോൺ ഫെറേറിയ, ശുഭം ഡ്യൂബെ കോംബോ കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ അനായാസം രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഫെറേറിയ പുറത്താകാതെ 26 പന്തിൽ 52 റൺസും നേടി. ഡ്യൂബെ പുറത്താകാതെ നേടിയത് 12 പന്തിൽ 31. 4 ഓവറിൽ 68 റൺസ് വഴങ്ങിയ അർഷദീപ് പഞ്ചാബിന്റെ നിരയിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങി. അതേസമയം തോറ്റെങ്കിലും 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുള്ള ശ്രേയസും സംഘവും തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമത്. 9 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി രാജസ്ഥാൻ 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചു. 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് 2-ാം സ്ഥാനത്ത്. പീക്ക് ഫോമിലുണ്ടായിരുന്ന പഞ്ചാബിനെതിരെയുള്ള ജയം രാജസ്ഥാന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നുറപ്പാണ്.